എന്നൊരു വാർത്തയിലേക്കാണ് മലപ്പുറത്ത് തീപിടുത്തം. കോഡൂർ പഞ്ചായത്ത് മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. വിപിൻ സി വിജയൻ. രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് ഇതേ സംഭവങ്ങൾ. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് 50 രൂപ നമ്മൾ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അതും നല്ല ഇസ്തിരി സ്കൂട്ടിട്ട് സാധനങ്ങൾ നല്ല വൃത്തിയാക്കി പാക്ക് ചെയ്ത് അവർ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് കത്തിക്കുകയാണ്. പ്ലാസ്റ്റിക് നമ്മളെ വീട്ടിൽ നിന്ന് കത്തിച്ച് കഴിഞ്ഞാൽ അത് ഫൈന്. വിഷപ്പുക പ്ലാസ്റ്റിക് കത്തിച്ച് ഇല്ലാത്ത പൊല്ലാപ്പില്ല പഞ്ചായത്തിൻ്റെ വക. ഇതിപ്പോൾ ഒരു തവണയാണ്, 2 തവണയല്ല, 3ാമത്തെ തവണയാണ് ഇപ്പോൾ ഇതേ അവസ്ഥ നടക്കുന്നത്. ഈ പ്ലാസ്റ്റിക് അവിടെ പ്ലാന്റിൽ എത്തിക്കുന്ന, പ്ലാന്റിൽ നിന്ന് കത്തുന്നു. ബാക്കി വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതോട് കേട്ടിട്ട് വരാം. അതേ അനുജ, ഒരു വലിയ തീപിടുത്തം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ മാലിന്യ കേന്ദ്രം ഏകദേശം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളമായി ഇതുപോലെ നിന്ന് തീ കത്തുകയാണ്. എന്താണ് ഈ ഒരു തീപിടുത്തത്തിന്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇത് കോഡൂർ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. ഹരിതകർമ്മസേന മാലിന്യം എടുക്കുന്നതെല്ലാം തന്നെ ഇവിടെയാണ് കൂട്ടിയിടുന്നത്. ഒരുപാട് തൊഴിലാളികൾ ഇവിടെയും ജോലി ചെയ്യുന്നതാണ്. ഭാഗ്യത്തിന് ആൾഭയമില്ല. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീയണയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് വലിയ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ വരില്ല. ഇതൊരു ഇടുങ്ങിയ വഴിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഫയർഫോഴ്സിന്റെ വാഹനം കൊണ്ടുവന്ന് വെള്ളമടിച്ച തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ ഫയർഫോഴ്സിന്റെ ചെറിയ യൂണിറ്റുകൾ കൂടി എത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ വലിയ പുകച്ചുരുൾ. ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഹരിതകർമ്മ സേനയുടെ ഇവിടുത്തെ തൊഴിലാളികളുണ്ട്. എന്താ ചേച്ചി സംഭവിച്ചത്? ഞങ്ങൾ ഒച്ച കേട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് ചാടിയപ്പോൾ അവിടുന്ന് ഇങ്ങനെ കത്തി വരികയാണ് പുറത്തുനിന്ന്. അതിൽ ഞാൻ അവിടെ തീ പിടിച്ചുകൊണ്ട് വേഗം അവിടുന്ന് പോകുന്നോളി അത് വരുന്നൊക്കെ വിളിച്ചു. ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ചാടി. അതിൽ ഞങ്ങൾക്ക് ഫോൺ എടുക്കാനും കഴിയണില്ല. അതിൽ ഞങ്ങൾ അപ്പം അപ്പുറത്തുനിന്ന് ആൾ ചോദിക്കുന്നുണ്ട്, നൂറാടിയാണ് എവിടെ സ്ഥലം പറയേണ്ടത് ചോദിച്ചു. അതിൽ അവർ വിളിച്ച് പറഞ്ഞോ തോന്നുന്നു, എന്താ അറിയില്ല. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത്? ഇവിടെ 8 ആളുണ്ടായി. 8 ആളും പുറത്തേക്ക് ചാടി. 8 പേരുണ്ടായിരുന്നു. ഇതെന്താ കാരണം? എവിടുന്ന തീ വന്നത്? അങ്ങനെ എന്തെങ്കിലും ഒന്നും അറിയില്ല. അവിടുന്നാണ് വരുന്നത്. തീ കത്തി പിടിച്ചിട്ടാണ് വരുന്നത്. ഉള്ളിൽ നിന്നാണോ? ഉള്ളിൽ നിന്നല്ല, പുറത്തു നിന്നാണ് വരുന്നത്. ഉള്ളിലല്ല, ഉള്ളിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. മാലിന്യം ഇവിടെ കുറെ ഉണ്ടോ? എന്താ സ്ഥിതി? വരുന്നുണ്ട്, അതേമാതിരി പോണൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്. ഞങ്ങള് എത്ര പേരാ ജോലി ചെയ്യുന്നത്? ഞങ്ങൾ 23 ആളുണ്ട്. 22 ആളാണ്. ഇന്നൊരാളും കൂടി വന്നിരിക്കണം. ആ സമയത്ത് നിങ്ങളിത് കാണുമായിരുന്നല്ലേ? തീ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നത് കാണുമായിരുന്നോ? ആ, പുറത്തുനിന്ന് വരികയാണ് തീ കത്തിയിട്ട്. മുഴുവനായിട്ടും പ്ലാസ്റ്റിക് മാത്രമാണോ? പ്ലാസ്റ്റിക്കും പിന്നെ നമ്മള് ഈ വേസ്റ്റ് അങ്ങനെയൊക്കെ തരുന്നുണ്ട് ആൾക്കാർ. അതൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് നാട്ടുകാരെ അറിയിക്കുമായിരുന്നു? അറിയിക്കായിരുന്നു. ഒറ്റപ്പെട്ട ഒരു കേന്ദ്രമാണല്ലേ? കൊണ്ടിടും, എന്നിട്ട് തരം തിരിച്ചിട്ട് കയറ്റി വിടലാണ്. ചേച്ചിയാണ് അത് ആദ്യം കാണുന്നത്. ഉള്ളെന്ന് പറയുന്നത് എന്തോ അവിടുന്ന് ശബ്ദം കേട്ടിട്ടുണ്ട്. ആ, പുറത്തുനിന്ന് വരുമായിരുന്നു. പുറത്തേക്ക് വന്ന ആ തൊടിയിൽ ഇങ്ങനെ വന്നതാണ് വരുന്നത്. പുറത്തുനിന്നാണ് കത്തി. എന്താ കാരണം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ലല്ലേ? ഉള്ളത്തെ പ്രശ്നമല്ല. ഉള്ളിൽ ഇതല്ല,